ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ടൈം ശക്തിപ്പെടുമ്പോൾ ചിക്കാഗോ തെരുവീഥികളെ യുദ്ധക്കളമാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ചിക്കാഗോ നഗരത്തെയും ഇലിനോയ് സംസ്ഥാനത്തെയും അയൽ സംസ്ഥാനമായ ഇന്ത്യാനയുടെ ചില ഭാഗങ്ങളെയും നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശികളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ മിഡ്വേ ബ്ലീഡ്സ് അരങ്ങേറുകയാണ്. സമീപ മാസങ്ങളിൽ പരമ്പരാഗതമായി രാജ്യത്തിന്റെ തെക്കൻ അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റും ബോർഡർ പെട്രോൾ ഏജന്റുമാരും പ്രവർത്തനങ്ങൾ ചിക്കാഗോയുടെ നഗരപ്രദേശങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ അവിടേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ചിക്കാഗോയെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ നഗരം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നും ചിക്കാഗോയെ രക്ഷിക്കുക എന്നത് ഒരു രാഷ്ട്രീയ കാര്യമല്ല, ബാധ്യതയാണെന്നാണ് ട്രംപ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 2.5 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടെ 20 പേർ കൊല്ലപ്പെടുകയും 75 പേർക്ക് വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധമായ ഈ നഗരം അമേരിക്കയിലെ ഏറ്റവും അപകടകരമായ നഗരപ്രദേശമായി പണ്ടേ കണക്കാക്കപ്പെടുന്നതാണ്. ഇതൊക്കെ തലയിടാൻ പ്രഖ്യാപിക്കപ്പെടാത്തതും ആക്രമണാത്മകവുമായ റെയ്ഡുകൾ വലിയ കുടിയേറ്റ ജനസംഖ്യയുള്ള പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ച് നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തെരുവുകളിലും സ്കൂളുകൾക്കും പള്ളികൾക്കും അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾക്കും ഒക്കെ അവിടെയൊക്കെ സമീപിച്ച ആളുകളെ ഏജന്റുമാർ തടയുന്നു എന്നാണ്. ചിലപ്പോൾ വിസ, പാസ്പോർട്ട് അല്ലെങ്കിൽ താമസ തെളിവും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇല്ലാത്ത ആളുകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷിക്കാഗോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ഡേറ്റ പ്രകാരം ഒക്ടോബർ 6-നും ഒക്ടോബർ 12-നും ഇടയിൽ കൊലപാതകം, ക്രിമിനൽ, ലൈംഗിക അതിക്രമം എന്നിവയുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഇതേ തീയതികളെ അപേക്ഷിച്ച് 32% കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇതേ കാലയളവിൽ വെടിവയ്പ്പുകളിലും വൻ കുറവുണ്ട്. എന്നാൽ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജൻസി നാട് കടത്തുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുമ്പോൾ അവർ തിരിച്ചടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നാട് കടത്താനായി ആളുകളെ പിടികൂടാൻ എത്തുന്ന ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ആളുകളോട് അങ്ങേറ്റം ക്രൂരമായാണ് പെരുമാറുന്നത് എന്നാണ് ആരോപണം. ഗ്രനേഡുകൾ, കണ്ണീർ വാതകം, പെപ്പർ സ്പ്രേ എന്നിവ ഉപയോഗിച്ച് അവർ നഗരത്തെ യുദ്ധക്കളമാക്കി മാറ്റിയെന്നാണ് പരാതി. ഇവർ ആളുമാറി അമേരിക്കൻ പൗരന്മാർക്ക് നേരെയും ബലപ്രയോഗം നടത്തിയതായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അമേരിക്കക്കാരിയായ ഒരു ടെലിവിഷൻ പ്രൊഡ്യൂസറെ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തു. പിടിവലിക്കിടയിൽ അവരുടെ വസ്ത്രങ്ങൾ അധികൃതർ വലിച്ചു കീറിയതായും പറയപ്പെടുന്നുണ്ട്. 7 മണിക്കൂറോളം ഇവരെ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം വിട്ടയക്കുകയായിരുന്നു. ഒരു ദൃശ്യത്തിൽ ഒരു മുഖംമൂടി ധരിച്ച ഒരു ICE ഉദ്യോഗസ്ഥൻ അമേരിക്കൻ പൗരനാണെന്നൊക്കെ പറഞ്ഞിട്ടും ഓടിയതിനു ശേഷം ഒരു കറുത്ത വർഗ്ഗക്കാരനായ കൗമാരക്കാരനെ നിലത്തേക്ക് ഇടിച്ചിടുന്നതും തുടർന്ന് ഇയാളെ മണിക്കൂറുകളോളം ഒരു ട്രക്കിൽ തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ക്രൂരത സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ജനങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഷിക്കാഗോയിലെ ഫസ്റ്റ് പ്രൈസ്ബിറ്റീരിയൻ ചർച്ചിലെ സീനിയർ പാസ്റ്ററായ ഡേവിഡ് ബ്ലാക്കിന് കഴിഞ്ഞ മാസം ഷിക്കാഗോയിലെ ഒരു പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിനിടെ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാരുടെ ആക്രമണത്തിൽ വെടിയേറ്റിരുന്നു. റെയ്ഡുകൾ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതായും ധാരാളമായ റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകുന്ന രീതിയിലേക്കാണ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഷിക്കാഗോ നഗരത്തിൽ വലിയ കലാപമാണ്. ട്രംപ് ലോകമെമ്പാടും സമാധാനം വരുത്താനായി സമാധാന കരാറുകളൊക്കെ ആഘോഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആഭ്യന്തരമായി അമേരിക്ക നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.